ഹായ് നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഈ എപ്പിസോഡ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് തലൈവർ 173 എന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയതായിട്ട് ലഭ്യമായിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. നമുക്കറിയാം, തലൈവർ 173 എന്ന സിനിമയുടെ മെയിൻ ഘടകം എന്ന് പറയുന്നത് വളരെ സുഹൃത്തുക്കളായിട്ടുള്ള, ഒപ്പം തന്നെ കോമ്പറ്റീറ്റേഴ്സായിട്ടുള്ള കമൽഹാസനും രജനികാന്തും ഒരുമിക്കുകയാണ്. അണിയറയിലാണ് കമൽഹാസൻ ചെറിയൊരു ക്യാമിയോ റോളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട താരം രജനികാന്ത് തന്നെയാണ്. തൻ്റെ പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്തിന് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം പോലെയാണ് അദ്ദേഹം ഈ തലൈവർ 173 സിനിമയുടെ നിർമ്മാണ സംരംഭം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുള്ളത്. ചെറിയ റോളിലായിരിക്കും കമൽഹാസൻ എത്തുക, അത് പ്രധാനപ്പെട്ട റോള് തന്നെയായിരിക്കും. എങ്കിലും നായകനായി എത്തുന്നത് രജനികാന്ത് തന്നെയാണ്. ഇതിനിടെ തന്നെ നെൽസൺ ദിലീപ് കുമാറിൻ്റെ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ചല്ല പറഞ്ഞു വയ്ക്കുന്നത്, തലൈവർ 173. ഈ ചിത്രത്തിൽ നമ്മുടെ മലയാളി താരങ്ങൾ ഒരുപാട് പേര് അതിൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ് നമ്മുടെ നടനും സംവിധായകനും ഇപ്പോൾ നിർമ്മാതാവും കൂടിയായി മാറിയ ബേസിൽ ജോസഫ് എന്ന ഏവരുടെയും പ്രിയങ്കരനായ ബേസിൽ. അദ്ദേഹത്തിൻ്റെ സിനിമ കരിയർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന ഒരു ഭാഗ്യമാണ് തലൈവറുടെ മകനായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം ബേസിലിനെ തേടിയെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ തലൈവരുടെ നായികയെത്തുന്നത് ശോഭനയാണ്. ശോഭനയുടെ പുത്രനായും അതുപോലെ തന്നെ രജനികാന്തിൻ്റെയും പുത്രനായിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഒട്ടനവധി താരങ്ങൾ, മലയാളത്തിൽ നിന്നുള്ള ഒട്ടനവധി താരങ്ങൾ ആ സിനിമയുടെ ഭാഗമാക്കാകുന്നുണ്ട്. മാത്രമല്ല, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയായിട്ടല്ല ഈ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നത്. ചിത്രത്തിൻ്റെ സംവിധാനം CB ചക്രവർത്തി എന്ന് പറഞ്ഞ പുതുമുഖ ഡയറക്ടറാണ്. ഡോൺ എന്ന സിനിമ അത്യാവശ്യം തിരക്കട്ടില്ലാത്തൊരു സിനിമ എടുത്തു വെച്ചിട്ടുള്ള ആ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു റീച്ചിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഉയർത്തിയ ഒരു ഘടകമാണ്. ഈ സിനിമയിൽ സംവിധായകനായി ആദ്യം എത്തിയത് സുന്ദർ സി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ഇതിനോട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വരാതിരിക്കുകയും ആ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ നിർദ്ദേശിച്ച പേരാണെന്നാണ് അറിയുന്നത്. അതായത് കമൽഹാസനും അതുപോലെ തന്നെ രജനികാന്തും കൂടി കണ്ടുപിടിച്ച ആ ഒരു വ്യക്തി CB ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളാണ്. ഒപ്പം തന്നെ ഫാമിലി സബ്ജക്റ്റാണ്. അതിവൈകാരികമായിട്ടുള്ള രംഗങ്ങളുള്ള ഒരു സിനിമയായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നു. നടനെന്ന നിലയിൽ തലൈവറിനെ, അതായത് രജനികാന്തിനെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മാസ് പരിവേഷങ്ങൾ ആവശ്യത്തിനും, എന്നാൽ കഥാപാത്രത്തിന് വേണ്ട അദ്ദേഹത്തിൻ്റെ നടനെന്ന വൈഭവം കൂടുതലും എടുക്കുന്ന ഒരു സിനിമ. വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അത്തരത്തിലൊരു സിനിമ വരുന്നു എന്നുള്ളത് വാർത്ത വലിയ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള വിജയമല്ലാതോ എന്നുള്ളതല്ല കാര്യം. അദ്ദേഹത്തിന് മികച്ചൊരു കഥാപാത്രം ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.